എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബേക്കറിലൊക്കെ കിട്ടുന്ന ക്രീം ബണ്ണില്ലേ, ആ ക്രീം ബണ്ണാണ് നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അത് ബണ്ണ് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം, നല്ല പെർഫെക്റ്റ് ആയിട്ട്. ഈ ബണ്ണ് ചുമ്മാതെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റുമാണ് കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെ വീട്ടിൽ എളുപ്പത്തിൽ ക്രീം ബണ്ണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കിയാലോ. ഇവിടെ ഞാനൊരു പാത്രത്തിലോട്ട് 250 ml കപ്പിൽ ചെറിയ ചൂട് പാല് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലോട്ട് 1.25 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഈസ്റ്റ് ഒത്തിരി പഴകിയത് ഇട്ട് കൊടുക്കില്ല കേട്ടോ. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര നല്ലതായിട്ട് അലിഞ്ഞു വരുന്നവരെ ഇതിനെ മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര ഇവിടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനൊരു 20 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. പാൽ നമ്മൾ അടച്ചു വെച്ചിട്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട്. പാലിൻ്റെ മുകളിൽ ഇങ്ങനെ കുമിളകൾ പോലെ ഇങ്ങനെ വന്ന് കിടക്കും, നല്ല ഈസ്റ്റാണെങ്കിൽ. കണ്ടില്ലേ? ഇതിലോട്ട് ഒരു മുട്ട ഞാൻ അടിച്ചെടുത്തതാണ്, അതും ഒഴിച്ചു കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഒഴിച്ചു കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. 250 ml കപ്പിൽ 1.5 കപ്പ് മൈദ ഞാൻ ഇവിടെ അളന്നെടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് നമുക്കൊരു വിസ്ക് വെച്ച് ഇതിനെ അങ്ങ് മിക്സ് ചെയ്യാം. കട്ടകളൊന്നുമില്ലാതെ നല്ല രീതിയിൽ നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കണം. കട്ടകളൊന്നുമില്ലാതെ ഞാൻ ഇതിനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് 1 മണിക്കൂർ അടച്ചു വെക്കാം. നല്ലതായിട്ട് ഇത് പൊങ്ങി വരണം. ഇവിടെ തണുപ്പായതുകൊണ്ട് 1 മണിക്കൂർ കൊണ്ട് പൊങ്ങി വരുമെന്ന് എനിക്കറിയില്ല, നമുക്ക് നോക്കാം. ചൂടുള്ള സമയത്താണ് ഒരു 3/4 മണിക്കൂർ കൊണ്ട് തന്നെ പൊങ്ങി വരും കേട്ടോ. നമുക്കിത് 1 മണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കാം. മാവ് ഇവിടെ നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഒന്നര മണിക്കൂർ ഞാൻ ഇത് വെച്ചിരുന്നു കേട്ടോ. നല്ലതായിട്ട് ഇതിനെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ബന്നുണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ചീൻചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പം ഇതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതായിട്ട് ചൂടായി വരണം. ഇവിടെ എണ്ണ നല്ലതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതുപോലത്തെ തവി എല്ലാ വീടുകളിലും എടുക്കാനുണ്ട്. ഇതുപോലത്തെ ഒരു തവി എടുക്കുക, എന്നിട്ട് എണ്ണയിലോട്ട് ഇതുപോലെ മുക്കി വെക്കുക. നമ്മൾ അച്ചപ്പത്തിന് ഇതുപോലെ ചൂടാക്കി എടുക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഈ തവി നല്ലതായിട്ട് ചൂടാക്കി എടുക്കണം. എണ്ണയിൽ കിടന്ന് തവി നല്ലതായിട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ അതിൽ എണ്ണ ഊറ്റിക്കളയുക. എന്നിട്ട് ഒരു തവി മാവ് ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എണ്ണയിലോട്ട് ഇതുപോലെ മുക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു സ്പൂണ് വെച്ച് ഇതിൻ്റെ മുകളിലോട്ട് എണ്ണ ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കണം. അപ്പോഴത്തേക്കുണ്ടല്ലോ ഈ മാവ് നല്ലതായിട്ട് വീർത്ത് നല്ല പൊങ്ങി പന്നിൻ്റെ ഷേപ്പ് വരും. എന്നിട്ട് നമുക്ക് ഈ തവിയിൽ നിന്ന് പതുക്കെ ഒന്ന് വിടിവിച്ച് കൊടുക്കാം. അപ്പോഴത്തേക്ക് ഇതിങ്ങ് ഇളകി വരും കേട്ടോ. ഇളകി വന്നിട്ട് നമുക്ക് തിരിച്ച് മറിച്ചു ഇട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടില്ലേ? നല്ല ബന്നിൻ്റെ ഷേപ്പ് നല്ലതായിട്ട് വരും. ഇങ്ങനെ ഷേപ്പ് കിട്ടാനായിട്ടാണ്. പിന്നെ ഇത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. തീ മീഡിയത്തിലിട്ട് മാത്രം നിങ്ങൾ തയ്യാറാക്കിയെടുക്കുക. പെട്ടെന്ന് ബന്നിന് കളർ വരും. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. അതല്ലെങ്കിൽ ഉൾഭാഗം മൊത്തം ഇങ്ങനെ മാവ് പോലെ തന്നെ ഇരിക്കും, വേഗത്തില്ല. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ബന്ന് കോരിയെടുത്ത് കഴിഞ്ഞാൽ തവി പിന്നെയും ചൂട് എണ്ണയിലിട്ട് കൊടുക്കുക. നല്ലതായിട്ട് തവി ചൂടായി കഴിയുമ്പോൾ എണ്ണ ഊറ്റി കളഞ്ഞിട്ട് പിന്നെ അടുത്ത മാവ് ഇതിൽ ഒഴിച്ചു കൊടുക്കുക. അടുത്ത മാവ് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ എണ്ണയിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് സ്പൂണും കൊണ്ട് എണ്ണ ഇതുപോലെ കോരി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വീർത്ത് വരും. പിന്നെ ഇതുപോലെ വിടിവിച്ച് കൊടുക്കുക. ഒരു 3 ബന്നൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇങ്ങനെ നമ്മളൊന്ന് വിടിവിച്ച് കൊടുക്കണം. 4ാമത്തെ ബന്നൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയമാകുമ്പോൾ തന്നെ ഇതാണ്ടത് ഇങ്ങനെ തവിയിൽ നിന്ന് വിട്ട് വരും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഈ ബന്നെന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. ഇത് ചുമ്മാതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റുള്ള ബന്നാണ് കേട്ടോ. എന്ത് എളുപ്പത്തിലാണ് നമ്മൾ ഈ ബന്ന് ഉണ്ടാക്കിയെടുത്തത്. നിങ്ങൾക്കിപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായില്ലേ എന്ത് എളുപ്പത്തിൽ നമുക്ക് ഈ ബന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഈ തവിയിൽ ഇങ്ങനെ കോരി ഒഴിച്ച് കൊടുക്കുന്ന ഒരു ബന്നിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ്. അല്ലാതെ നിങ്ങൾക്ക് തവി കോരി ഈ മാവിലോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഷേപ്പ് കിട്ടത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ബന്നല്ലേ ഞാനിവിടെ റെഡി ആക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റോട് കൂടിയ ബന്ന് അങ്ങ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ ബന്നെന്ന് പറഞ്ഞാൽ ഈ എടുത്തിരിക്കുന്ന മാവിൽ എനിക്ക് 8 ബന്നാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. 7 ബന്ന് നല്ല പെർഫെക്റ്റായിട്ടും കിട്ടി.
ബാക്കിയുള്ള മാവെല്ലാം കൂടെ കോരി ഒഴിച്ച് ഞാൻ ഉണ്ടാക്കിയെടുത്ത ബന്നിൻ്റെ ഷേപ്പാണ് ഇങ്ങനെ ഇരിക്കുന്നത്. കാരണം ബാക്കി വന്ന മാവെല്ലാം കോരി ഒഴിച്ചതാണ് കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ 8 ബന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ബന്നിലേക്കുള്ളൊരു ക്രീം റെഡിയാക്കി എടുക്കണം. ഇപ്പോൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ക്രീം ബണ്ണിൻ്റെ ഒരു ക്രീമില്ലേ, ആ ക്രീമാണ് ഞാനും ഒന്നുകൂടി തയ്യാറാക്കി നോക്കിയിരിക്കുന്നത് കേട്ടോ. അത് കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് പറയാം. അതിനുവേണ്ടി ഞാനൊരു മിക്സഡ് ജാറിലോട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ആദ്യം നമുക്കൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. പഞ്ചസാര ഇവിടെ ഞാൻ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ഇട്ട് കൊടുക്കുക. ഫ്രിഡ്ജിൽ നിന്ന് വെളിയിൽ വെച്ച് മെൽറ്റാക്കിയിട്ടുള്ള ബട്ടർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ച് കൊടുക്കുക. പാൽ അധികം ഒഴിച്ച് കൊടുക്കല്ലേ കേട്ടോ, ഒന്ന് അടിച്ച് നോക്കുക. ഇത് കട്ടിക്കിരിക്കുന്നതെന്ന് കണ്ടാൽ മാത്രം പിന്നെ 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ച് കൊടുക്കുക. ഇതിലോട്ട് 1/2 ടീസ്പൂണ് വാനില എസൻസും കൂടെ ഒഴിച്ച് കൊടുത്തു വേണം അടിച്ചെടുക്കാനായിട്ട്. വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നത് കാണിക്കാൻ വിട്ടുപോയി കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ ക്രീം വന്നിട്ടുണ്ട്. നമുക്കിനി ബന്നിലോട്ട് തേച്ച് കൊടുക്കാം. എന്നിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ബന്നി ഇവിടെ കട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ. ബന്നിൻ്റെ ചൂടൊക്കെ ഇപ്പോൾ കുറഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ബന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എത്രമാത്രം സോഫ്റ്റായിട്ടാണ് ബന്ന് വന്നേക്കുന്നത് എന്നുള്ളത് അല്ലേ. ഭയങ്കര സോഫ്റ്റായിട്ടോ. ഇതിലോട്ട് നമുക്ക് ക്രീം ആവശ്യത്തിനനുസരിച്ച് നമുക്ക് തേച്ച് കൊടുക്കാം. ഓവറായിട്ട് അങ്ങ് ക്രീം വെക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ക്രീം മാത്രം വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് അടച്ചെടുക്കാം. ക്രീം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വാനില എസൻസ് ഒക്കെ ഒഴിച്ച് കൊടുത്ത് അടിച്ചെടുക്കുമ്പോൾ മാത്രമേ അത് നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. അല്ലെങ്കിൽ പാൽപ്പൊടിയുടെ ഒക്കെ ടേസ്റ്റ് മുന്നിൽ നിൽക്കും. എന്നിട്ട് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്, സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ഈ ക്രീം നമുക്ക് ബ്രെഡിലും തേച്ച് കഴിക്കാം കേട്ടോ. ബ്രെഡിൽ തേച്ചിട്ട് ഒരു ബ്രെഡും കൊണ്ട് അടച്ച് വെച്ച് കഴിക്കാൻ അതും സൂപ്പർ ടേസ്റ്റ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബന്നും ക്രീമും അല്ലേ ഇത്. നിങ്ങളാണ്ട് തീർച്ചയായിട്ടും ഇത് വീട്ടിലുണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.